തമിഴ്നാട്ടിൽ പോയ അവസാനത്തെ വീഡിയോ ആണ്. ഞങ്ങൾ അന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് തിരിക്കാതിരുന്ന് ഞങ്ങൾ പിറ്റേന്ന് ആടിനെയൊക്കെ ഇവിടെ അറക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അന്ന് ആടിനെ ഇറക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ പിറ്റേന്നായതുകൊണ്ട് ഞങ്ങളുടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളതുകൊണ്ട് ഞാനന്ന് ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയത് കാര്യമായി. എനിക്കറിയാം എവിടെ പോയി ഇതൊക്കെയാണ് അവസ്ഥകൾ എന്നറിയുന്നതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ എക്സ്ട്രാ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ നല്ല കാറ്റും കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗി. കുറച്ച് നേരം പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചൊക്കെ ഇരുന്നിട്ട് നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ നല്ല ചായയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അണ്ണനും ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് അണ്ണനൊരു പ്രത്യേക രീതിയിൽ വേണം ചായ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ അണ്ണൻ്റെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നേരെ വന്നിട്ട് കറി വെക്കാൻ വേണ്ടി കയറിയായിരുന്നു. നമ്മുടെ കേരള സ്റ്റൈൽ മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ച് അവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മുടെ കേരള സ്റ്റൈൽ മട്ടൻ കറി. അങ്ങനെ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് സൂപ്പറാന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പോത്തിനെ ആടിനെ അറക്കുമായിരുന്നു. വായിലിങ്ങനെ വരത്തുള്ളൂ. ആടിനെ അറുത്തു. അങ്ങനെ അതിൻ്റെ പങ്കും വീതവും എല്ലാം ഓരോടങ്ങളെ എത്തിക്കണമായിരുന്നു. അതൊക്കെ ചെയ്ത് പിന്നെ ബിരിയാണിക്കുള്ള പരിപാടി തുടങ്ങാറായി. ആദ്യം ഞങ്ങൾ ഈ കാറ്റത്ത് തീ പറ്റിച്ചപ്പോൾ ഇതിനൊന്നും ശരിയായില്ല. പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വേറെ ദിശയിലോട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും അതൊക്കെ ഒത്ത് പിന്നെ നമ്മളല്ലേ ആൾക്കാർ. പിന്നെ തീയൊക്കെ ഒപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ വെച്ച പാത്രം ചെറുതായിരുന്നു. പിന്നെ അത് വലിയ പാത്രത്തിലോട്ടൊക്കെ ആക്കി സവാള വാട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അണ്ണൻ വന്നു. അണ്ണൻ അപ്പം തൊട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കാറ്റുള്ളതുകൊണ്ടാണ് പുള്ളി വന്നത്. ചൂടായിരുന്നെങ്കിൽ ഓടിയനായിരുന്നു. കാറ്റുള്ളതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതേ അറിയത്തില്ല. പക്ഷേ ചോറ് ഇച്ചിരി വെന്ത് പോയായിരുന്നു. എല്ലാവരും നോക്കി അവസാനം ചോറ് വെന്ത് പായസം പോലെ ആയെന്ന് പറയാം. പക്ഷെ മസാല സൂപ്പറായിരുന്നു. മസാല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരാറായപ്പോഴത്തേന് പാഴ്സലൊക്കെ തന്നു വിട്ടു. പിന്നെ എവിടെ പോയാലും ഹൈറക്കാക്കി ഈ ഒരു പടി ഉണ്ട്. ഹൈറക്കാന്ന് പറഞ്ഞാൽ നാത്തൂനാണ്. നാത്തൂൻ എവിടെ പോയാലും കുറേ കാടും പടലും ഒക്കെ ആയിട്ട് ഇറങ്ങത്തുള്ളൂ. ഞങ്ങളുടെ വണ്ടി മൊത്തം കാടും കൊടുക്കും. പിന്നെ കയറത്തില്ല. അവിടെയുള്ള കാടായ ചെടികളെല്ലാം പറക്കി വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരാൻ നേരം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നല്ല ഇതൊക്കെ. ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും പണ്ടൊക്കെ വരുമ്പോൾ എപ്പോഴും മേടിക്കുന്ന കടയാണ്. ഇവിടെ ഞങ്ങൾ സ്നാക്സ് മേടിക്കാൻ വരത്തില്ല. അവിടുത്തെ ക്ലൈമറ്റ് വേറെ, ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടെ വന്നപ്പോൾ നേരെ മഴ. പിന്നെ ഹൈറക്കായി ആക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.